ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ നിറയെ ആളുകള്, സന്തോഷമുള്ള മുഖങ്ങൾ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഭയങ്കര പോസിറ്റീവ് വൈബാണ്. ബോഡി ഷേവിങ് അത് എനിക്ക് ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇത് മിക്ക മലയാളികളും ഓരോ ദിവസം എന്നുള്ള രീതിയിൽ പല രീതികൾ, പല വേർഷൻസ് അനുഭവിച്ചുകൊണ്ട് പോകുന്നതാണ്. ഹോട്ട് എന്റെ പൊന്നു വെച്ച് ഇതൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പുറത്തുള്ള ഇന്റർവ്യൂ നടത്തായിരുന്നില്ല. ഇത് വീടിനകത്ത് കയറിയിരിക്കുന്നു, അച്ഛനും അമ്മ അപ്പുറത്തിരിക്കുന്നു, ഇവിടെ ഇപ്പൊ നല്ല ചൂടാണ്. അതാണ് അങ്ങനെ പറയുമ്പോ അല്ല, എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് രസമായിട്ടുള്ള ഭയങ്കര സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ എല്ലാവരും അത്യാവശ്യം ഹോട്ടാണ്. ഹണി റോസ് ഹോട്ട് എന്ന് ഇൻസ്റ്റഗ്രാം അല്ല യൂട്യൂബിൽ എപ്പോഴെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടോ? ഹോട്ടെന്ന് ഉണ്ട് സെർച്ച് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അത് വരും തോന്നുന്നു. ഹണി റോസ് അടിക്കുമ്പോ തന്നെ ഹണി റോസ് അതെ, ഹോട്ട് പിക്ചേഴ്സ്. പിന്നെ ഞാൻ കൂടുതൽ പറയാം, നേവൽ എല്ലാ ആർട്ടിസ്റ്റുകളുടെ അത്യാവശ്യം അതൊക്കെ കയറി നോക്കും ആണ്. എന്നിട്ട് എന്തെങ്കിലും കാണുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? അല്ല, ഇവര് ചെയ്ത വെച്ച വർക്കിന്റെ അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ അങ്ങനെ കാണുമ്പോ ദേഷ്യം വരാറുണ്ടോ? സങ്കടം വരാറുണ്ടോ? പ്രത്യേകിച്ച് ഒരു വികാരം വരാറില്ല. ഒരു വികാരമില്ല. ഇല്ല അല്ലേ? വികാരംലെസ് ആണ്. ഇത്ര ചില്ലായിട്ട് ഇതിലേക്ക് എടുക്കാൻ എന്നോട്ടാണ് സാധിച്ചത്? കൊറേ വർഷമായില്ലേ, അതിന്റെ ആയിരിക്കും. അല്ല, ഏതെങ്കിലും എപ്പോഴെങ്കിലും നമ്മള് എനിക്ക് ഭയങ്കരമായിട്ട് ഇതെല്ലാം അഫക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര വിഷമം, കുഞ്ഞു കാര്യം മതി, വളരെ ചെറിയൊരു കാര്യം മതി, പെട്ടെന്ന് അത് അഫക്ട് ചെയ്യും. അപ്പൊ അത് പിന്നെ അത് ഒരു തവണ വന്നു, പിന്നെ അടുത്ത് വന്നു, പിന്നെ അതിന്റെ ഡെഫിനറ്റ്ലി ആ ഒരു ഇമ്പാക്ട് കുറഞ്ഞേ വരുമല്ലോ. അങ്ങനെ ആയതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇപ്പൊ അല്ല, ഞാൻ ആലോചിക്കാതെ, അതായത് ഞാൻ പല ഇന്റർവ്യൂസിനും കേട്ടു, ആദ്യമായിട്ട് ഒരു സ്ലീവ്ലെസ് ഡ്രസ് ഇടാൻ പോലും ധൈര്യം ഇല്ലാതിരുന്ന ആള് ഇത്രയൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഇതൊന്നും എന്ത് കേട്ടാലും എനിക്ക് ബാധിക്കില്ല, ഞാൻ ഇത്ര ബോൾഡായി എന്നുള്ള ആ സിറ്റുവേഷനിലേക്ക് വരാനായിട്ട് ഒരു ജേർണി ഇല്ലേ? അതിനകത്ത് ചിലപ്പോൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരുപാട് പേരുടെ ഹെൽപ്പ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഭയങ്കരമായി സഹായിച്ച ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ കൂടെയുള്ള എനിക്ക് എപ്പോഴും എൻ്റെ കൂടെയുള്ളവരെല്ലാം ഭയങ്കര നല്ല ആളുകളാണ് കിട്ടിയേക്കുന്നത്. അതിപ്പം അറിവിന്റെ കാര്യത്തിലായാലും അല്ല എക്സ്പീരിയൻസിന്റെ കാര്യത്തിലായാലും എല്ലാം ഭയങ്കര നല്ല മനുഷ്യർ, നമ്മളെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ അവരുടെയൊക്കെ അഡ്വൈസോ അല്ലെ അവരൊക്കെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങനെ നമ്മൾ ഒരിത്തിരി ഡൗൺ ആയാൽ പോലും ആ ഒരു അവരുടെ ഒരു ചെറിയ വാക്കുകളായിരിക്കാം ഇത് നമ്മളെ മുമ്പോട്ട് കൊണ്ടുവരും. അപ്പൊ എനിക്ക് അത് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ പോലും അതൊക്കെ വിട്, എന്ത് കാര്യത്തിന്, ഇതൊന്നും ചിന്തിക്കുക പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒന്നോ രണ്ടോ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കും ഓക്കെ ആവും. ഏറ്റവും അധികം നെഗറ്റീവ് കമന്റുകൾ ഞാൻ ഹണിയെ കുറിച്ച് വായിച്ചിട്ടുള്ളത്, എന്തിനാണ് ഉദ്ഘാടനത്തിന് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ട് പോകുന്നത്, ഇത്രമാത്രം എക്സ്പോസ്ഡ് ആവേണ്ട കാര്യമുണ്ടോ? ആക്ച്വലി എക്സ്പോസ്ഡ് എന്ന വാക്ക് തന്നെ ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല, എന്നാലും അങ്ങനെ എന്റെ ആവശ്യമുണ്ടോ? എന്തിനാണ് നമ്മുടെ ഫിഗറിനെ ഇത്രമാത്രം പ്രദർശിപ്പിക്കുന്നത്? അങ്ങനെയുള്ള ആൾക്കാരോട് എന്ത് മറുപടി കൊടുക്കാനുള്ളത്? ഇതിപ്പം ഞാൻ എന്ത് ഡ്രസ് ഇട്ടാലും, ഇപ്പൊ നിങ്ങൾ നല്ല പർദ്ദ ഇട്ടിട്ട് പോയാലും എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനെയുള്ള കമന്റ്സ് വരാനുള്ള ചാൻസും ഉണ്ട്. എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള വസ്ത്രമാണ് ഞാൻ ധരിക്കുന്നത്.